ശ്രീ പ്രമോദ് പുഴങ്കര, ഈ PV അൻവറിന്റെ ഈ പുതിയ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? PV അൻവറിന് മുഴുവൻ പിന്തുണയും ലഭിക്കുന്നത് തീവ്ര നിലപാടുള്ളവരിൽ നിന്നാണ് എന്നിവിടെ CPM ആവർത്തിച്ച് പറയുമ്പോഴാണ് RSSന്റെ BJPയുടെ ഏറ്റവും ശക്തനായ എതിരാളി എന്ന് വിശേഷിക്കപ്പെടുന്ന സ്റ്റാലിനുമായി കൈകോർക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം. DMK നേതാക്കൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ രാഷ്ട്രീയ നീക്കം എങ്ങനെയാണ് CPMന് തിരിച്ചടിയാവുക, ശ്രീ പ്രമോദ്? വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ PV അൻവറിനെ CPMുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നതിലുപരി വളരെ നേരിട്ട് തന്നെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസും CM ഓഫീസും അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ വേഗത്തിൽ അൻവറിനെ ഒരു ഇസ്ലാമിക മത തീവ്രവാദിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ്, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ അത് CPM അവസരവാദപരമായി നടത്തിയ ഒരുപക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സംഘപരിവാറും അതിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയവും കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിൽ അതിഭീകരമായ വിധത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന അതിൻ്റെ രാഷ്ട്രീയ വെറുപ്പും വർഗീയ വിദ്വേഷവും കുത്തിവെക്കുന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ്, ഇത്തരത്തിലുള്ള ഒരു അടവെടുത്ത് തങ്ങളുടെ ഒരു രാഷ്ട്രീയ എതിരാളിയെ ഒതുക്കാം എന്നുള്ള CPIMന്റെ ആ തീരുമാനം സത്യത്തിൽ അതിൻ്റെ ഇന്നേ വരെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അത് കീപ്പ് ചെയ്യേണ്ട, അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു മതേതര നിലപാടിന് വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അൻവർ എന്ന് പറയുന്നത് CPIMന് ഒപ്പം നിന്നിരുന്ന കാലത്ത് CPIMന്റെ നേതാക്കളെയും CPIMന്റെ നാനാവിധ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ അതിലുള്ള ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കോട്ടറി അല്ലെങ്കിൽ ഒരു മാഫിയ സംഘം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പുത്തൻ വർഗ രാഷ്ട്രീയ ധനിക മുതലാളിയായിട്ട് രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമപ്രവർത്തകരെയും മറ്റ് ഇടതുപക്ഷ അഭിപ്രായങ്ങൾ CPMന് പുറത്തു നിന്ന് പറയുന്നവരെയും ഒക്കെ എന്ത് വൃത്തികേടും പറഞ്ഞ് ആരോപിക്കാവുന്ന ഒരു നാവായി കൊണ്ടു നടന്ന ഒരാളാണ് അൻവർ. അൻവറിൻ്റെ പുറകിലായിരുന്നു ഇവരെല്ലാം നിന്നിരുന്നത്. പക്ഷേ അതേ അൻവർ പുറത്തേക്ക് പോകുമ്പോൾ അയാൾക്കെതിരെ രാഷ്ട്രീയമായി, അയാൾക്കെതിരെ സംഘടനാപരമായി നടപടിയൊന്നും എടുക്കാൻ CPMന് കഴിയില്ല. അയാൾ അതിൻ്റെ ഉള്ളിലല്ല. പക്ഷേ അയാൾക്കെതിരെ രാഷ്ട്രീയമായ നിരവധിയായിട്ടുള്ള എതിർപ്പുകൾ അവർക്ക് ഉന്നയിക്കാം, ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്താം. അൻവറുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ യോജിപ്പോ ചായ്വോ പ്രകടിപ്പിക്കാവുന്ന ഒന്നും തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, CPMന്റെ ഒപ്പം നിൽക്കുന്ന ആ കാലത്തെല്ലാം. പക്ഷേ അയാൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് കരുതി, നമുക്ക് രാഷ്ട്രീയമായി യോജിപ്പില്ലാത്ത ഒരാളാണെന്ന് കരുതി ഉടനെ തന്നെ അയാളെ മത തീവ്രവാദിയാക്കുകയോ ഇസ്ലാമിക തീവ്രവാദിയാക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്ര അപകടകരമായ ഒരു ആഖ്യാനത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു CPIMൽ നിന്ന് പുറത്തു പോകുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ആണെന്നിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ മതം പറഞ്ഞ് സംസാരിക്കുന്നത് തന്നെ എനിക്ക് സാമാന്യമായി കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് ലജ്ജ ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും CPM നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാൾ CPMൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയാൽ ഉടനെ തന്നെ അയാൾ സംഘപരിവാറുകാരനാണെന്നോ അയാൾ ഹിന്ദുത്വ തീവ്രവാദിയാണെന്നോ ആരെങ്കിലും ആക്ഷേപിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് CPMൽ നിന്ന് എത്രയോ ആളുകൾ പുറത്തു പോയിട്ടുണ്ട്. BJP ശക്തമായിട്ട് നിൽക്കുന്ന കാലത്ത് പുറത്തുപോയ ആളുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ ആരോപിച്ചിട്ടുണ്ടോ? ഇല്ല. മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിമായിട്ടുള്ള ഒരാൾ CPMനെതിരെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ഇസ്ലാമിക തീവ്രവാദിയാക്കുകയും അതിന് യാതൊരു തെളിവുകളുമില്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കാവുന്നൊന്നുമില്ല. ഒരു ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇയാളുടെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളാണ് എന്നുള്ള മട്ടിൽ പറയുകയാണ്. ഇത് ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ സ്വാധീനം ചെറുതായിട്ടില്ല എന്നോ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളില്ല എന്നോ നമുക്ക് വാദങ്ങളില്ല. പക്ഷേ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വീഴ്ചയെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന CPMന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുത്തൻ വർഗത്തിൻ്റെ രാഷ്ട്രീയ ധനിക മാഫിയ വാഴ്ച എന്ന് പറയുന്നത് പലതരത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള തർക്കങ്ങളിൽപ്പെട്ട് ഉലയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ തീവ്രവാദികളാക്കുക, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇസ്ലാമിക തീവ്രവാദികളാക്കുക എന്നുള്ളതൊക്കെ എത്ര ഭീകരമായ ഒരു സാമൂഹ്യ വിപത്തിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തെ, സാമൂഹ്യ ശരീരത്തെ എത്രമാത്രം മുറിവേൽപ്പിക്കുന്നതാണെന്നും മാത്രവുമല്ല അത് സംഘപരിവാറിന് കേരളത്തിൽ വീണ്ടും വീണ്ടും സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റുന്ന എന്നുമാണ് നമ്മൾ കാണുന്നത്. DMK-യുമായുള്ള കൈകോർക്കൽ
എങ്ങനെയാണ് അതൊരു മറുപടിയാകുന്നത് ശ്രീ പ്രമോദ് പുഴങ്കര? കാരണം സെക്യുലറായ നേതാവായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നതാണ്. RSSനെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് അതിശക്തമായ പ്രതികരണം, രാഷ്ട്രീയമായി തന്നെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ അതെങ്ങനെയാണ് ആ സഖ്യത്തെ കാണുന്നത്? DMK-യുമായിട്ട് അൻവർ DMK-യിൽ ചേരുമോ? അൻവറിനെ താൽക്കാലികമായിട്ട് ഇപ്പോൾ DMK-യുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട് അവർ നാളത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സഖ്യം അതാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അൻവറിനൊരു പാർട്ടി ഉണ്ടാകും ആകട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ അൻവറിൻ്റെ പാർട്ടിക്കോ അൻവറും DMK-യുമായുള്ള ഒരു ബാന്ധവത്തിനോ ഒന്നും കേരളത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു ജനകീയമായ അടിത്തറ എന്ന് പറയുന്നത് അത്ര വലുതാക്കാനും കഴിയില്ല, അത് അൻവറിനും അറിയാം. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ മുന്നണി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരാളുടെ ഒറ്റയാൾ എന്നുള്ള രൂപത്തിൽ ഒരു 20 പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ലെന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യമായ ധാരണ അൻവറിനുള്ളത് കൊണ്ടാണ് അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കുകയും ഒട്ടും മോശമല്ലാത്തൊരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രബല കക്ഷികളിലൊന്നായ മതേതര കക്ഷിയായ DMK-യുമായി കൂട്ടുചേരുകയും ചെയ്യുന്നത്. CPM ചെന്നുപെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, CPM തുടക്കത്തിൽ തന്നെ ഈ അൻവറിനെ ഒരു മതതീവ്രവാദിയാക്കുകയും ഒരു മതബദ്ധമായ ഒരു രാഷ്ട്രീയ അജണ്ടകളുള്ള ഒരാളാക്കി മാറ്റുകയും ചെയ്തിട്ട് CPIM-ന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ DMK അൻവറിനൊപ്പം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മതതീവ്രവാദത്തിൻ്റെ സൂചി എങ്ങോട്ടാണ് തിരിച്ചു വയ്ക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ വേറൊരു വലിയ വിഷയം കൂടിയുള്ളത്, ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം അൻവർ ചേരുമ്പോൾ അൻവറിനെ എങ്ങനെയാണ് ഇവരിനി ഈ മതതീവ്രവാദത്തിൻ്റെ ആക്രമണം അൻവറിനെതിരെ തിരിച്ചിടുക എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് അയാൾ അത്തരമൊരു സഖ്യത്തിലേക്ക് പോകുന്നതും. മറ്റൊന്ന് ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയേണ്ടത്, ഇത് CPM ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നടത്തിയ പല നീക്കങ്ങളും, ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തിക്കാട്ടിയിട്ടുള്ള ചില സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ പലസ്തീൻ ഇഷ്യൂ, ഇതെല്ലാം ഒരു വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് താൽക്കാലികമായി കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ചില തട്ടിപ്പ് പരിപാടികൾ എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രചരണം വേണ്ടത്ര ഏശാതെ വരികയും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും തിരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട്, മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ടത്ര കിട്ടിയില്ലെങ്കിലും BJP-യിലേക്ക് പോയ കുറച്ച് വോട്ടുകളെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിനുള്ള ഒരു ടാക്ടിക്കായിട്ടാണ് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം രാഷ്ട്രീയ തീവ്രവാദത്തിന്റെ പ്രശ്നം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.